ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും താരൂസ് വേളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം രേണുസുതി തന്നെയാണ്. പക്ഷേ വളരെ ഗൗരവമുള്ള രണ്ട് സംഭവങ്ങളാണ് ഞാനിവിടെ പറയുന്നത്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ഒരു സംഭവമാണ്, എന്നെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ ട്രസ്റ്റ് എന്ന സംഘടനയിലെ ജൂറി മെമ്പേഴ്സ് എല്ലാവരും കൂടെ തീരുമാനിച്ച് രേണുസുതിക്ക് ഒരു സ്നേഹാദരവ് കൊടുക്കാം എന്ന്. അങ്ങനെ അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ എന്താണ് ജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഒക്കെ ചേർന്നിട്ട് ഒരു പ്രൊമോഷൻ പോലെ ആണ് അവർക്ക് നമ്മളിത് ഒരു സ്നേഹാദരം കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. ഇത് ഞാൻ വളരെ വ്യക്തിപരമായിട്ട് രേണുവിനെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അറിയിച്ച് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷത്തോടെ ഈ നിസ്സാരമായി എന്നെ തിരഞ്ഞെടുത്തല്ലോ, ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞു. വരാമെന്നും അത് ഏറ്റുവാങ്ങാനായിട്ട് വരാമെന്നാണ് ഡേറ്റ്, ചേച്ചി പറഞ്ഞാൽ മതി എന്നെല്ലാം എന്നോട് സംസാരിച്ചു. പിന്നീട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇതിനിടയിൽ രേണുവിൻ്റെ കൂട്ടുകാരിയായ സജീന, എനിക്ക് കിട്ടിയ അറിവാണ്, എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, സജീന പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു രേണു ഇതിൽ നിന്ന് പിന്മാറി. രേണുവിന് വളരെ പുച്ഛം, അതായത് രാഷ്ട്രപതിയുടെ പേരിലുള്ള ഒരു സ്നേഹാദരവിനെ പുച്ഛിച്ചു. എന്നിട്ട് ഇവർക്ക് വേണ്ട എന്ന് നിരസിച്ചിട്ട് ഇവർ ആ പ്രോഗ്രാമിന് വന്നില്ല. അതുപോലെ ഞാൻ പറയുന്നത്, ആ പ്രോഗ്രാമിന് വരില്ല എന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ പോലും രേണു കാണിച്ചില്ല. ഓക്കെ, പോട്ടെ. അന്നത്തെ ദിവസം ഒരുപാട് മീഡിയക്കാരും എല്ലാവരും വെയിറ്റ് ചെയ്യാണ് രേണുവിന് വേണ്ടിയിട്ട്. രേണു ആ നിമിഷം വരെ വിളിച്ച് പറഞ്ഞിട്ടില്ല. നന്ദികേട് എന്ന് പറയുന്നത് രേണുവിൻ്റെ കൂടെ പിറവിയാണല്ലോ. ഞാൻ മാക്സിമം രേണുവിനെ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞ് ഓരോ ദിവസം പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം പോലും ഒരു വീഡിയോ ഇട്ടപ്പം ആരോ വന്ന് കമന്റ് ഇട്ടിരിക്കുന്നു, ഇനി നിങ്ങളും കൂടി ഉള്ളായിരുന്നു വീഡിയോ ഇടാൻ എന്ന് പറയുകയുണ്ടായി. അപ്പം രേണു തന്നെ ഓരോ വിഷയങ്ങൾ നമുക്ക് ഇട്ട് തരികയാണ്. ഇപ്പം ഞങ്ങളെല്ലാം ഭയഭക്തി ബഹുമാനത്തോടെയാണ് ദേശീയ മുദ്രയാണെങ്കിലും ദേശീയ മുദ്രാവാക്യമാണെങ്കിലും ഉപയോഗിക്കുന്നത്. നമ്മളെല്ലാം കുഞ്ഞിലെ നമ്മുടെ പാഠപുസ്തകം എടുത്തു നോക്കിയാൽ ഫ്രണ്ട് പേജിൽ വന്ദേ മാതരം അത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ കുഞ്ഞിലെ രാജ്യത്തിനോടുള്ള സ്നേഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം സ്കൂളിൽ ഫസ്റ്റിലെ അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം എല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാവരും സഹോദരന്മാരാണ്, എല്ലാവരും അതുപോലെ സ്നേഹിക്കണം, ഇന്ത്യയെ സ്നേഹിക്കണം എന്നൊക്കെ ഉള്ള ഒരു ബോധം കുട്ടികളിലേക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു തെറ്റായ മെസ്സേജ് സമൂഹത്തിന് ഇട്ടുകൊടുക്കുകയാണ് രേണു. അപ്പം അടുത്ത് നിന്ന് മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രേണു അത് തെറ്റാണ്, വന്ദേ മാതരം എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് രേണു വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുകയാണ്, തിരുത്തിയല്ല, റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഞാനിപ്പോൾ ഇട്ടു വന്ദേ ഭാരതം എന്നൊരു നിസ്സാര ഒരു കുട്ടിയുടെ ലാഘവത്തോടെ സംസാരിക്കുകയാണ്. അപ്പം ഈ രണ്ട് വിഷയങ്ങളും എനിക്ക് വളരെ പേഴ്സണലി വിഷമമുണ്ടായി. ഞാൻ എന്തായാലും ഈ വിഷയം മുഖ്യമന്ത്രിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഇന്ത്യൻ പൗര എന്ന നിലയിൽ എൻ്റെ കർത്തവ്യമായി ഞാൻ കരുതുന്നു. അപ്പം ഞാൻ ആ കംപ്ലൈൻ്റ് ഒന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർകൾ, എൻ്റെ പേര് നിഷായി താരാലക്ഷ്മി. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയ താരം രേണുസുതി നൽകിയ ബൈറ്റിന്റെ ലിങ്ക് ചുവടെ ചേർക്കുന്നു. ഇത്രയും ബഹുമാനം നിറഞ്ഞ മുഖ്യമന്ത്രി അവர்களுടെ ശ്രദ്ധയിലേക്ക് ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവർ ആദ്യമേ നമ്മുടെ ദേശീയ മുദ്രാവാക്യമായ വന്ദേ മാതരം എന്നതിന് പകരം വന്ദേ ഭാരതം എന്ന് തെറ്റായി പറയുകയുണ്ടായി. അത് കേട്ട മാധ്യമപ്രവർത്തകൻ തിരുത്തി പറയുന്നതും വീഡിയോയിലുണ്ട്. അപ്പോൾ ഉടനടി രേണുസുതി പരിഹാസത്തോടെ ഞാൻ അതിനെ ഇപ്പോൾ വന്ദേ ഭാരതമാക്കി എന്ന് പറയുന്നതും കാണാം. രാജ്യത്തിന്റെ മുദ്രാവാക്യത്തെ, ദേശീയ മുദ്രയും ഞങ്ങൾ ഓരോ ഇന്ത്യക്കാരും ഭയഭക്തി ബഹുമാനപൂർവ്വമാണ് ഉച്ചരിക്കുന്നത്. അങ്ങനെയുള്ള ഇന്ത്യൻ പൗരയായ എനിക്ക് മാനസികമായ വിഷമം ഉളവാക്കി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി ഇതുപോലെയുള്ള പല പുഴുക്കുത്തുകളും വായിൽ വരുന്ന വിളിച്ചു പറഞ്ഞ് തെറ്റായ മെസ്സേജുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. കുട്ടികൾ നമ്മുടെ ഭാവി തലമുറ കെട്ടിപ്പടുക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളവരാണ്. അവരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസിഡന്റ് ആയ ഡോക്ടർ APJ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ പേരിലുള്ള സ്നേഹാദരവ് രേണുസുതിക്ക് ഞങ്ങളുടെ ജൂറി മെമ്പേഴ്സ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ സമയത്തും തീരെ ബഹുമാനമില്ലാതെ പുച്ഛത്തോടെ അത് തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള രണ്ട് സംഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, രേണു എന്ന വ്യക്തിക്ക് രാജ്യത്തിനോട് ഒരു പ്രത്യേക മമതയോ കൂറോ ഇല്ല എന്നാണ്. വളരെ വിഷമത്തോടെ മുഖ്യമന്ത്രി അവർകളെ ഈ വിവരം ഞാൻ ധരിപ്പിക്കുന്നത്. ഇതിൽ ഒരു നിയമ നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപൂർവ്വം താരാലക്ഷ്മി. ഇങ്ങനെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനോടൊപ്പം തന്നെ വേറെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ യൂട്യൂബർ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് പലരും കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം രേണു എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയുകയോ എന്ത് വിഡിത്തരം വിളിച്ച് പറയുകയോ ഒക്കെ പലരും ന്യായീകരിക്കാൻ പറയുന്നുണ്ട്, ഒരു പൊട്ടത്തിയാണെന്നൊക്കെ. എന്തോ ആയിക്കോ, പക്ഷെ രാജ്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ വായിൽ വരുന്ന ഒരു കാര്യവും വിളിച്ചു പറയാൻ, അതും സോഷ്യൽ മീഡിയയിൽ റോങ് മെസ്സേജ്
കൊടുക്കാൻ പാടില്ല. ഇതൊരു രേണുസുതിക്കുള്ള ഒരു താക്കീത് തന്നെയാണ്.